ഹലോ, ഇതെന്താ അറിയോ, ശരിക്കും പറഞ്ഞാൽ പുറത്ത് നല്ല മഴയുണ്ട്. നല്ല മഴയുണ്ട്. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഗോതമ്പില്ലേ, ഗോതമ്പ് ഇങ്ങനെ കുറച്ചെടുത്ത് കഴുകി വറുത്ത് എടുക്കാമെന്ന് വെച്ചു. ഇത് ഇങ്ങനെ വറുത്തെടുത്തിട്ട് ചിലരിങ്ങനെ വറുത്ത് തന്നെ ഇങ്ങനെ കഴിക്കും, കട്ടൻ ചായയും തേങ്ങയൊക്കെ ആയിട്ട് കഴിക്കും. ഞാനിതിനെ വറുത്തിട്ട് ഒന്ന് പൊടിച്ച് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് പൊടിച്ച് ചെറിയ കട്ടൻ ചായയൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇത് മഴയുടെ സൗണ്ട് കേട്ടില്ലേ? പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില്ലേ ഇതുപോലെ നമ്മൾ ഒരുപാട് വിശന്നിരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരൊക്കെ ഇതുപോലെ കുറുക്കുറേ ലേസ് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളല്ല. പക്ഷെ നമുക്കൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ ആയിരുന്നു. അരി വറുത്ത് കുടിക്കുക, ഗോതമ്പ് വറുത്ത് പൊടിച്ച് കഴിക്കുക. എനിക്കിത് കഴിക്കുന്നില്ലേ? അപ്പം നമ്മുടെ ഗോതമ്പ് വറുത്ത് പൊടിച്ചത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഇത്ര മതി, കുറച്ച് തരിയായിട്ടിരിക്കണം. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ജാഗിരി, നമുക്കിത് സൺപ്യൂറിൻ്റെ ജാഗിരി ശർക്കര പൊടിയുണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. തേങ്ങയിട്ട് കൊടുക്കാം. ഇത്തിരി ഏലക്കപ്പൊടി ചതച്ചിട്ട് കൊടുക്കാം ചെയ്യാം. പണ്ട് കാലത്തൊന്നും നമ്മളിതുപോലെയൊന്നും ഇത്രയും വിഭവമായിട്ടൊന്നും ഇതിങ്ങനെ നനയ്ക്കാറില്ല കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ചുമ്മാ അതിന്ന് വറുത്തെടുക്കുക, തേങ്ങ ഉണ്ടെങ്കിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി ശർക്കരയോ പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ കഴിക്കുന്നതായിരിക്കും. ഇപ്പം കുറച്ചും കൂടെ നമ്മളിങ്ങനെ ടേസ്റ്റി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിഭവമായിട്ട് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് വറപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ ചായയായിട്ട് നമുക്ക് ആ ഒരു ഗോതമ്പ് വറപ്പൊടി കഴിച്ചാലോ.